നമസ്കാരം. നമ്മളിപ്പോൾ മലപ്പുറത്ത് തിരൂരങ്ങാടി എന്ന സ്ഥലത്താണ് എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മുടെ ഈ വർഷത്തെ 2024 നീറ്റിൽ ഉന്നത സ്കോർ കരസ്ഥമാക്കിയ നമ്മുടെ റിഷ ഫാത്തിമയ്ക്കൊപ്പമാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ സന്തോഷത്തിൽ നമുക്കും പങ്കുചേരാം. നമുക്ക് റിഷ ഫാത്തിമയുടെ ഈ ഒരു സന്തോഷവേളയിൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ നമുക്കൊന്ന് പങ്കുവയ്ക്കാം. റിസൾട്ട് അറിഞ്ഞപ്പോൾ എന്താണ് നമുക്ക് തോന്നിയത്? വളരെ സന്തോഷമായി. ബ്രില്യൻറ്റിൽ പഠിച്ചതുകൊണ്ടാണ് എനിക്ക് ഇത്ര നല്ല റിസൾട്ട് വരാനുള്ള കാരണം. അവിടുത്തെ ടീച്ചിങ് ഫെസിലിറ്റീസും എല്ലാം ഭയങ്കര അടിപൊളിയാണ്. ഭയങ്കര സന്തോഷം. ഈ ഒരു സന്തോഷത്തിൽ എന്ത് തോന്നുന്നു? എന്താണ് പെട്ടെന്ന് ആ ഒരു റിസൾട്ട് അറിഞ്ഞപ്പോൾ? വളരെ സന്തോഷമാണ് അറിഞ്ഞപ്പോൾ തോന്നിയത്. പിന്നെ അവള് ചെറുപ്പം മുതലേ അവൾക്ക് ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു ഡോക്ടർ ആവണമെന്ന്. അപ്പോൾ അവള് അതും ഇതായിട്ടാണ് വന്നത്. പിന്നെ അവൾക്ക് എപ്പോഴും പാലയിലെ പഠിക്കാനാണ് അവൾക്ക് വളരെ ഇഷ്ടമായത്. ഇവിടെ നിന്നൊക്കെ നമ്മുടെ റിലേഷൻസ് ഒക്കെ പറഞ്ഞത് അവിടെ പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഞങ്ങൾ അവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് വളരെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. ഞങ്ങൾക്കും വളരെ സേഫ്റ്റിയാണ് അവിടെ. കുട്ടികളെ ചേർത്തിയാൽ നല്ല ഇതായിരുന്നു. വളരെ സന്തോഷമാണ്. നല്ല സന്തോഷമാണ്. പിന്നെ കുട്ടിക്കാലം മുതലേ മോളെ ആഗ്രഹമായിരുന്നു ഡോക്ടർ ആവണമെന്നുള്ളത്. പിന്നെ മോളതിന് നല്ല മാർക്ക് വാങ്ങി നല്ല സന്തോഷം. എന്തുകൊണ്ടാണ് ബ്രില്യൻറ്റ് ചൂസ് ചെയ്യാൻ കാരണം? ബ്രില്യൻറ്റ് ചൂസ് ചെയ്യാൻ കാരണം ഇവൾക്ക് അവിടെയാണ് പഠിക്കാനും നല്ല ആഗ്രഹം പറഞ്ഞിരുന്നത്. അപ്പൊ ഞങ്ങള് പല ആളുകളോടും അന്വേഷിച്ചിരുന്നു. അപ്പൊ അവരൊക്കെ പറഞ്ഞത് അവിടെ പോയിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഞങ്ങളും അങ്ങനെ വിശ്വസിച്ചു. ഇവള് പറഞ്ഞു എനിക്ക് അവിടെ തന്നെ പോകണം എന്നോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വന്ന് ചേർന്ന് നോക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് വളരെ ഉഷാറാണ് ബ്രില്യൻറ്റ് എന്നുള്ളത്. നല്ല റിസൾട്ട് ഉള്ളതിൽ തന്നെ നമുക്ക് ആഗ്രഹം. അതുകൊണ്ടാണ് നമ്മൾ ബ്രില്യൻറ്റ് ചൂസ് ചെയ്തത്. റിസൾട്ട് ഉള്ളിടത്ത് തന്നെ പഠിക്കണം. അതാണ് ഉമ്മയും ഉപ്പയും എല്ലാവരും ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ബ്രില്യൻറ്റ് ചൂസ് ചെയ്യാനുണ്ടായ ആ ഒരു കാരണം അല്ലേ? ഓക്കെ. പഠന കാര്യങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു മോള്? കുട്ടിക്കാലം മുതലേ നന്നായിട്ട് പഠിക്കായിരുന്നു. 1ാം ക്ലാസ് മുതലേ നല്ല എപ്പോഴും ക്ലാസ് ടോപ്പർ ആയിരുന്നു. നല്ല മാർക്ക് ആയിരുന്നു ചെറുത് കുട്ടിക്കാലം മുതൽ. മാർക്കൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ടെൻഷൻ അടിക്കുന്ന ഒരാളാണ്. എപ്പോഴും മാർക്ക് വേണം. ആഗ്രഹം. പഠിക്കുമ്പോൾ ഉപ്പ ഉമ്മയൊക്കെ സഹായിക്കാറുണ്ടായിരുന്നോ? ഉണ്ട്. മോള് ഏത് ഹോസ്റ്റലായിരുന്നു പഠിച്ചിരുന്നത്? പേൾ ഹോസ്റ്റൽ, പാലായിൽ തന്നെ അല്ലേ? ഏത് ബാച്ചിലായിരുന്നു മോള്? R27. എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ? വളരെ നല്ല അനുഭവമായിരുന്നു. നമുക്ക് പഠിക്കാനുള്ള എല്ലാ ആംബിയൻസും അവർ തന്നെ എല്ലാം റെഡിയാക്കി തരുന്നുണ്ട്. പിന്നെ ക്യാമ്പസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടുത്തെ റെഫറൻസ് ഫെസിലിറ്റീസും എല്ലാം നല്ലതായിരുന്നു. പിന്നെ എൻ്റെ ക്ലാസ് സാർ അജിത് രാജ് സാറായിരുന്നു. സാറ് ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിരുന്നു. നമുക്ക് എല്ലാവരും ഫ്രണ്ട്ലി ആയിക്കാണ്ട് സാറടുത്ത് എല്ലാം ചോദിക്കാൻ പറ്റുമായിരുന്നു. പിന്നെ ഫ്രണ്ട്സ് ആണെങ്കിലും പ്രൊഫസേഴ്സ് ആണെങ്കിലും എല്ലാം നല്ല അടിപൊളിയായിരുന്നു. ഡൗട്ട്സുകളൊക്കെ പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് നമുക്ക് സ്റ്റാഫ് റൂം പോയാൽ എല്ലാം പെട്ടെന്ന് കിട്ടും. പിന്നെ നമ്മൾ ഈ ലേൺ കൂടെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻ ഉണ്ടായിരുന്നു, അതും കൂടെ പറ്റുമായിരുന്നു. ഈ ലേണിംഗ് ആപ്പ് എത്രമാത്രം ഹെൽപ്ഫുൾ ആയിരുന്നു? അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ലാസ്റ്റ് ഒരു ടൈമിൽ നമുക്ക് ഓരോ ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോൾ എല്ലാത്തിനും കൂടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ അടുത്ത് ഉണ്ടാവണമെന്നില്ല. അപ്പം ഇതിലൊരു കസ്റ്റം എക്സാമിനേഷൻ എന്ന് പറയുന്നതുണ്ട്. അപ്പം അതിലൂടെ നമുക്ക് വേണ്ട ചാപ്റ്റർ മാത്രം സെലക്ട് ചെയ്തിട്ട് അതിന്റെ എക്സാം എഴുതാൻ ഭയങ്കര നല്ല ഹെൽപ്പായിരുന്നു. അതിലെ വീഡിയോ ക്ലാസ്സുകളൊക്കെ നമുക്ക് എഫക്റ്റീവ് ആയിരുന്നു. നമ്മളിപ്പോൾ ക്ലാസ്സിൽ മനസ്സിലാവാത്ത എന്തെങ്കിലും ടോപ്പിക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഇത് മാത്രം ഹോസ്റ്റലിൽ വന്നിട്ട് പിന്നെ കാണുമായിരുന്നു. നല്ല ക്ലാസ്സസ് ആയിരുന്നു. എല്ലാ നല്ല പ്രൊഫസേഴ്സിന്റെ ഭയങ്കര നല്ല ഹെൽപ്പ് ആയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് അവിടുത്തെ ലൈബ്രറി ബുക്സുകളൊക്കെ അല്ലേ? നമുക്കറിയാം പാലായിലെ ഒരു വൻ ശേഖരം തന്നെയാണ് ലൈബ്രറി ബുക്സുകൾ അല്ലേ? എല്ലാ ലേറ്റസ്റ്റ് എഡിഷൻസും എല്ലാം ഉണ്ട്. അത് എത്രമാത്രം പ്രയോജനപ്പെട്ടു? ലൈബ്രറി പോയാൽ നമുക്ക് എല്ലാ എഡീഷനിലെ ബുക്കും കാണാൻ പറ്റുമായിരുന്നു. അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് എത്രയും ഉണ്ടാവും. എല്ലാവരുടെ അടുത്തല്ല നമുക്ക് എത്രയും കിട്ടും. അപ്പം അതൊക്കെ എടുത്ത് നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റി. അതുപോലെ തന്നെ നമ്മുടെ വീക്ക്ലി എക്സാംസുകളൊക്കെ അല്ലേ? എല്ലാ എക്സാംസുകളൊക്കെ അറ്റൻഡ് ചെയ്യുമായിരുന്നു? ഒറ്റ എക്സാം ഞാൻ മുടക്കിയിട്ടില്ല. എല്ലാ എക്സാമും എഴുതായിരുന്നു. നമുക്കതിൽ നല്ല മാർക്ക് മേടിക്കണം എന്നല്ല, ഓരോ എക്സാം നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. എല്ലാ എക്സാമിലൊക്കെ ഓരോ മോഡൽ ക്വസ്റ്റ്യൻസ് ആവും. ഓരോ എക്സാം ഒന്നും കിട്ടില്ല. അപ്പോൾ എല്ലാ എക്സാമും ഒഴിവാക്കാണ്ട് എല്ലാതും എഴുതാം. അതായത് നമ്മൾ എല്ലാ എക്സാംസും അറ്റൻഡ് ചെയ്യുക അല്ലേ? അത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഒരു വിജയത്തിലെ മെയിൻ രഹസ്യം എന്ന് പറയുന്നത് അല്ലേ? പിന്നെ അതിൽ വരുന്ന തെറ്റുകൾ നമ്മൾ കറക്ഷൻ ബുക്കിൽ എഴുതി വെക്കാം. ലാസ്റ്റിലേക്കാകുമ്പോൾ നമുക്ക് ആ ഭാഗം മാത്രം നോക്കിയാൽ മതി നമുക്ക് എവിടേക്കാ തെറ്റ് വരുന്നത്. ഈ ഷോർട്ട് നോട്ട്സുകളൊക്കെ കുറിക്കാറുണ്ടായിരുന്നോ? ഷോർട്ട് നോട്ട് നമുക്ക് ലാസ്റ്റ് ഭയങ്കര ഹെൽപ്പ് ആവാം. എല്ലാ ചാപ്റ്ററിൻ്റെ നമുക്ക് അന്ന് എടുക്കുന്ന അത് തന്നെ ഹോസ്റ്റലിൽ പോയിട്ട് ഷോർട്ട് നോട്ട് ഉണ്ടാക്കാം.
അപ്പോൾ ഈ ഷോർട്ട് നോട്ടൊക്കെ തന്നെ നമ്മളെ സഹായിക്കുക. അതായത് നമ്മൾ അന്നന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അപ്പം നമ്മൾ ആ പഠിപ്പിക്കുമ്പോൾ തന്നെ ഓരോ ചെറിയ ഷോർട്ട് നോട്ട്സുകളൊക്കെ എപ്പോഴും കരുതുക അല്ലേ. നമുക്ക് പെട്ടെന്ന് ഒരു എക്സാംസ് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ആവശ്യം വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഈ ഷോർട്ട് നോട്ട്സുകളൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ MBBS തിരഞ്ഞെടുക്കാൻ കാരണം? ഈ ഫാമിലി ആരെങ്കിലും വേറെ ഡോക്ടേഴ്സ് അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നോ മോളെ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നയിച്ച ഒരാൾ? അത് എൻ്റെ ആഗ്രഹം തന്നെയായിരുന്നു. എനിക്ക് ചെറുപ്പത്തിൽ ഇങ്ങനെ എല്ലാവരും കാണുമ്പോൾ എനിക്കൊരു ആഗ്രഹമായിരുന്നു ഡോക്ടർ ആവണം എന്നുള്ളത്. ഇവരാരും ഫോഴ്സ് ചെയ്തിട്ടല്ല, എൻ്റെ സ്വന്തം താല്പര്യം കൊണ്ട് ഞാൻ പഠിച്ചതാണ്. അപ്പം ഇവിടെ എത്തി. ഇനി ഇൻഷാ അല്ലാ തീർച്ചയായും മോളെ ആ ഒരു ആഗ്രഹത്തിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്തട്ടെ. അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ടീം ബ്രില്യൻ്റെയും എല്ലാവരുടെയും അനുഗ്രഹങ്ങളും എന്നും മോക്കുണ്ടായിരിക്കട്ടെ, എന്ന് ഈ കുടുംബത്തിനും ഉണ്ടായിരിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.